യേശു ലോകത്തിലേക്ക് വന്നത് അനുരഞ്ജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭിന്നതയുടെ മതിൽക്കെട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നതെന്നാണ് വചനം പറയുന്നത്. യേശു വന്നു പോയി, ഭിന്നതയുടെ മതിൽക്കെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, അത് പൊളിച്ചിട്ടില്ല. ശത്രുതയുടെ മതിൽക്കെട്ട് പൊളിക്കാതെ മക്കളെ ഈ ക്രിസ്മസ് ആഘോഷിക്കരുത്. ആരോടൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ അവരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഈ ക്രിസ്മസിന് അവരെയൊക്കെ വീട്ടിലേക്ക് വിളിക്കുക. നിങ്ങളുടെ ചിലപ്പോൾ വീട്ടുകാർ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ശത്രുതയുടെ മതിൽക്കെട്ട്, നാത്തൂൻ്റെ വീട്ടുകാർ, അളിയൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ മറ്റേ അവിടുത്തെ അറിയാലോ നിങ്ങൾക്കല്ലേ, ഞാൻ പറയണ്ടല്ലോ അല്ലേ. ആരോടൊക്കെ നിങ്ങൾക്കുള്ളിൽ ഒരു ശത്രുതയുടെ മതിൽക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടോ, ആ ശത്രുതയുടെ മതിൽക്കെട്ട് തകർക്കുന്നതാകട്ടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ്. ഇന്നലകളിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞവരും നിങ്ങളെ തള്ളിക്കളഞ്ഞവരൊക്കെ വിളിക്കണം. കാരണം എനിക്ക് നിങ്ങൾക്കും കർത്താവിന്റെ തിരുഹൃദയത്തിൽ ഇടം തന്ന ദിവസമല്ലേ ക്രിസ്മസ്. എന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ഇടം ഇങ്ങനെ എടുത്തു കളഞ്ഞ അവരെയൊക്കെ എന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന ഒരു തിരുനാളായി ഈ ക്രിസ്മസ് മാറണം. അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം എല്ലാ വർഷത്തെ പോലെ ഇറച്ചി തിന്നും മീനും തിന്നും ആഘോഷം കഴിഞ്ഞും ഉറക്കി തീർന്ന് ഒരു ദിവസം കടന്നു പോകും. അല്ലാതെ ഒന്നും ഒരു ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല.